പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമൻ നാട്ടിലേക്ക് തിരികെ വന്നതിനെ തുടർന്ന് സാഗർ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ബലരാമൻ ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയെ. കൺമണിയോട് ഉടൻ തന്നെ PR ഗ്രൂപ്പിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്യുന്നു. കൺമണിയുടെ വരവിന് വേണ്ടിയാണ് PR ഗ്രൂപ്പ് കാത്തിരിക്കുന്നത്. കൺമണിക്ക് എന്ത് വേണമെങ്കിലും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. കൺമണിയുടെ തിരിച്ചുവരവാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൺമണിയുടെ ഡിസൈനുകൾ ഞങ്ങളുടെ കമ്പനിയെ ഉയരത്തിലെത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ കൺമണിക്ക് ഞങ്ങൾ നൽകും. എന്തൊക്കെ വേണമോ കൺമണിക്ക് അതൊക്കെ നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് കേൾക്കുന്ന കൺമണി, സാർ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അലിഗ ഡിസൈൻസിലാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. അവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ എനിക്ക് തൽക്കാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന്, എന്തായാലും ഞങ്ങൾ എതിരാളികളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത് കൺമണി. PR ഗ്രൂപ്പിന്റെ കൂടെ നിന്നാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അലിഗ ഡിസൈൻസിലോ അവിടെ നിന്നിട്ട് എന്ത് ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതുവരെ അവർ നിങ്ങളെ സഹായിക്കുന്നതിന് തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഒരു ഉപകാരമെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് കൺമണി അവിടെ നിൽക്കുന്നത്? മനോജിനോട് ചോദിച്ചാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് മനോജിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്ന്. എന്തായാലും കൺമണി അലിഗ ഡിസൈൻസിൽ നിന്ന് രാജിവെച്ച് എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി തീരുമാനം കൺമണിയുടേതാണ്. ഞങ്ങൾ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൺമണിയുടെ വരവിനായി കാത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അയാൾ. ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണി കൃഷിനെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്നത്. കൃഷിനെ കാണുന്ന കൺമണി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് കൃഷ് സാർ. കൺമണി പറയൂ, എന്താണ് കൺമണിക്ക് പറയാനുള്ളത്? ഇതോടെ വീട്ടിൽ ഇന്ന് ബലരാമൻ സാർ വന്നിരുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? ഇതോടെ ഞങ്ങളോട് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനാണ് ബലരാമൻ സാർ വന്നത്. എൻ്റെ ഏട്ടൻ മനോജ് PR ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ബലരാമൻ സാറെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അവിടെ വെച്ച് എന്നോട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, എന്നിട്ട് കൺമണി എന്ത് തീരുമാനമാണ് എടുത്തത്? അലിഗ ഡിസൈൻസ് ഉപേക്ഷിച്ചുകൊണ്ട് പോകാനാണോ തീരുമാനമെടുത്തിരിക്കുന്നത്? ഇത് കേൾക്കുന്ന കൺമണി, എനിക്ക് അറിയില്ല കൃഷ് സാർ. എൻ്റെ ചേട്ടൻ പറയുന്നത് അവിടെ ജോയിൻ ചെയ്യുന്നത് എൻ്റെ കരിയറിന് നല്ലതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. കൃഷ് ഇതേ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. കൺമണി, അലിഗ ഡിസൈൻസ് ഉപേക്ഷിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. കൺമണി ഇവിടെ കൂടെയുണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ കൺമണി എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം ഞങ്ങളെ കൂടി അറിയിക്കുക. ഞങ്ങൾക്ക് എതിരായൊരു തീരുമാനം എടുക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം
കൺമണിയെ വെറും ഒരു എംപ്ലോയി ആയിട്ടല്ല, ഫാമിലി മെമ്പർ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അത് കൺമണി കൂടി മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ് എന്ന് അറിയിച്ചതിന് ശേഷം ക്രിഷ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ക്രിഷിന്റെ മനസ്സിലെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കൺമണിക്ക് സാധിച്ചിരിക്കുകയാണ്. ക്രിഷ് കിട്ടിയ താലി തൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ക്രിഷിനെ എങ്ങനെയാണ് താൻ ചതിക്കുക? ക്രിഷ് എൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ക്രിഷിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു കൺമണി. പക്ഷേ ഇതേ സമയം കൺമണിയും കൃഷും സംസാരിക്കുന്നത് കാണാനിടയാവുകയാണ് ബലരാമൻ. ഇതോടെ കൺമണിയുടെ കാര്യം സംസാരിക്കുന്നതിന് ബലരാമൻ കൃഷിന്റെ മുന്നിലേക്ക് കയറി വരുന്നു. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷിനെ. ഇതോടെ കൃഷ്, എന്തിനാണ് നീ ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, നിനക്ക് അവകാശപ്പെട്ട എല്ലാതും സ്വന്തമാക്കുക, അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും പിടിച്ചടക്കും. അതെൻ്റെ വാശിയാണ്. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയുമില്ല. കാരണം അത്രയധികം നീ കാരണം ഞാൻ വേദനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി ഞാൻ കൺമണിയെയും സ്വന്തമാക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിനക്കതിന് സാധിക്കുകയില്ല. കാരണം ഞാൻ കിട്ടിയ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം അവളെ നിനക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ബലരാമൻ. മാത്രവുമല്ല, ഇതോടെ കൃഷ് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മനോജിനെ കാണുന്നതിനായി പോയിരിക്കുകയാണ് അയാൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.